നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ എന്ത് ചെയ്തു പറയുന്നേ? മിണ്ടിപ്പോവരുത് നീ. ആ വിവരം കെട്ട മനുഷ്യനോട് ഓരോന്ന് പറഞ്ഞ് ഏഷ്ണി കേറ്റി വീണ്ടും അവളെ പിടിച്ചിട്ട് പൂട്ടിയില്ലേ? എന്തിനാ നിങ്ങളെല്ലാം കൂടി എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കുന്നേ? ഗുണം പിടിക്കില്ല നിനക്കൊന്നും, നശിച്ചു പോകത്തേ ഉള്ളൂ. അമ്മേ, ശിവ, ഞാൻ വന്നോണ്ടിരിക്കുക. അല്ല, താനെവിടെയാ? ഓ, നോൺസെൻസ്! എന്താണോ ഇത്? ഫോണിൽ സംസാരിക്കുന്ന കണ്ടില്ലേ? അതിന്റെ ഇടയിലാ തന്റെ ഒരു ഹോണടി. സോറി മാഡം. ആ, ഓക്കെ ശിവ, 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ എങ്ങെത്തും. ഓക്കെ. എന്താ ചേട്ടാ? സോറി. പൊയ്ക്കോ. गुड मॉर्निंग मैम.
ആ ശാലിനി, റീന എത്തിയോ? റീന മാഡം നേരത്തെ തന്നെ എത്തി മാഡം. എല്ലാരും കോൺഫറൻസ് ഹാളിലുണ്ട്. ഉം. ഇരിക്കെ, ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട, എല്ലാവരും ഇരിക്കെ. ആഹാ, റീനേത് നേരത്തെ എത്തിയല്ലോ. ഞാൻ സ്ഥിരമായി ലേറ്റ് ആയിട്ട് വരുന്ന പരാതിയല്ലേ ജ്യോതിർമയ്ക്ക്, അതൊന്ന് പരിഹരിച്ചേക്കാമെന്ന് കരുതി, അത്രേ ഉള്ളൂ. അത് പരാതിയൊന്നുമല്ല. നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ എന്ത് പരാതിയാ? തൽക്കാലം ഈ ക്ലബിന്റെ പ്രസിഡന്റിന്റെ കസേരയിൽ ഇരിക്കുന്നതുകൊണ്ട് ഒരു പരിഭവം പറഞ്ഞു, അത്രേ ഉള്ളൂ. അതൊരു പരാതി എന്നൊക്കെ പറഞ്ഞ കഷ്ടാണ് കേട്ടോ. എക്സ്ക്യൂസ് മീ, പുറത്ത് കിടക്കുന്ന കാറിൽ വന്ന മാഡം എവിടെയുണ്ട്? മാഡം കോൺഫറൻസ് ഹാളിലാണ്. എന്താ മാഡം? ഒന്നുമില്ല, ഒന്ന് കാണുമായിരുന്നു. എക്സ്ക്യൂസ് മീ. നിർത്ത്. ഇതെന്താ ഇത്? നിങ്ങളുടെ വേസ്റ്റ് മുഴുവനും റോഡിലോട്ടാണോ വലിച്ചെറിയേണ്ടത്? കാറിലിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ആ വേസ്റ്റ് മുഴുവനും അലക്ഷ്യമായി റോഡിലേക്ക് വലിച്ചെറിയുമ്പോ അത് മറ്റു യാത്രക്കാരുടെ ദേഹത്തേക്ക് വീഴുമെന്ന് ചിന്തിക്കാനുള്ള ബോധമില്ലേ നിങ്ങൾക്ക്? ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? ആരാന്ന്? അതെ, തെരുവിലൂടെ പോകുന്ന മറ്റു യാത്രക്കാരും മനുഷ്യരാ. അവരുടെ ദേഹത്തേക്ക് വേസ്റ്റ് വലിച്ചെറിഞ്ഞിട്ട് കാറിന്റെ ഗ്ലാസും പിടിച്ചിട്ടങ്ങ് പോയാ ആരും പ്രതികരിക്കില്ലെന്നാണോ മാഡത്തിന്റെ വിചാരം? അല്ല, ഇയാളാരാ ഇതിനകത്തേക്ക് കയറി വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? ഹോറിയോ? അതെ, ഞാൻ ആരോ ആയിക്കോട്ടെ, ഇതെവിടെയാണെന്ന് അറിയേണ്ട ആവശ്യം എനിക്കില്ല. തെറ്റ് കണ്ടാൽ അതെവിടെയാണെങ്കിലും ഞാൻ വന്ന് പറയും. അല്ല, അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കാം, ഈ റോഡെന്ന് പറയുന്നതേ നിങ്ങൾക്ക് വേസ്റ്റ് ഇടാനുള്ള സ്ഥലമാണോ? കാറിൽ വെച്ച് ഭക്ഷണം കഴിക്കാം, പക്ഷെ അതിന്റെ വേസ്റ്റ് എവിടെയെങ്കിലും കാറ് നിർത്തി ഡസ്റ്റ്ബിനിൽ കൊണ്ടുപോയി ഇടാനുള്ള മിനിമം മര്യാദയെങ്കിലും കാണിക്കണം. അതെ, സമൂഹ സേവനമൊന്നും ഞങ്ങളെ പഠിപ്പിക്കണ്ട. ഞങ്ങളും സോഷ്യൽ സർവീസ് നടത്തുന്ന ആൾക്കാർ തന്നെയാ. ഈ നിൽക്കുന്നവരാണ് നിങ്ങളുടെ നേതാവെന്ന് എനിക്ക് മനസ്സിലായി. നേതാവിന്റെ പ്രവൃത്തി ഇങ്ങനെയാണെങ്കിൽ പിന്നെ അണികളുടെ അവസ്ഥ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ.